ഹലോ ഹായ് നമസ്കാരം. ഞാൻ കാരണം കുറച്ച് ലേറ്റ് ആയി. ഇന്ന് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് നേരമായി പോയി. അതുകൊണ്ടാണ് സോറി. ചോദിക്ക്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. ബാഡ് ബോയ്സ് പറ്റി പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെയാണ്. ഇതിൻ്റെ കഥാപാത്രം, മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ, ഈ സിനിമയുടെ എന്താ പറയുക ഹൈപ്പ്, ഇതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കാർക്കും ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം, കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും. പക്ഷെ എനിക്കിതൊരു വലിയ ചേഞ്ച്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. 3-4 തവണ ഉമ്മറേൻ്റെ അടുത്ത് വന്നു പല ലൊക്കേഷനും ഈ കഥ പറയുകയും ഇതിൻ്റെ ഒപ്പം നമ്മുടെ സാരംഗ് ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസിൽ മിമിക്രി ഒക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത്. ഇതൊക്കെ കേക്ക് എനിക്ക് ഭയങ്കര അന്ന് ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു. സിനിമ കഥ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, ഈ കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് എങ്ങനെ ഉമ്മറാൻ വന്നത്? നിങ്ങൾ എങ്ങനെ എന്താ കാണുന്നത്? ഞാനൊരു കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി തന്ന ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം. ഇത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആണ് ഞാൻ ഇന്ന് ബാഡ് ബോയ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കൂ, ബാക്കിയുള്ള ആക്ടേഴ്സിനും. അപ്പോൾ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതിൽ. ആൻഡ് ഈ പടം നമ്മളിത് ഡിസ്കഷൻ്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെയും ഉമറുടെയും ആഗ്രഹമായിരുന്നു ഒരു ഓണം റിലീസ് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്കും ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓണത്തിനൊരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ അബാ മൂവീസ്, എബ്രഹാം മാത്യൂസ്, എബ്രഹാം ഞങ്ങൾക്ക് ഒപ്പം സഹകരിച്ചുകൊണ്ട് ഈ പടത്തിന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ റൂമിലിരുന്നിട്ട് മാത്യു സാർ എൻ്റെ അടുത്ത് എന്ത് വന്നാലും ഞാനിത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കുമ്പോൾ അമ്മൻ ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, ഈ പടം ചെയ്യാനും പുള്ളി എനിക്ക് ധൈര്യം തന്ന ആളാണ് സത്യം. താങ്ക് യു ഇബ്രാഹിം, താങ്ക് യു സോ മച്ച്. ഉമ്മറുടെ അടുത്ത് ഞാൻ നന്ദി പറഞ്ഞില്ല. ഉമ്മറെ ഞാൻ കാണുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ബ്രദർ സ്ഥാനത്ത്. ചേട്ടന് അനിയനെ പോലെ ചേട്ടൻ. ഓക്കെ ചേട്ടൻ. സോ ഈ സിനിമ എന്ന് പറയുന്നത്, ഇത് ടാഗ് ലൈനിൽ തന്നെ കാണുന്നുണ്ടോ, ഒമർ ഫൺ ഫിലിം. അതായത് ഇറ്റ്സ് എ വെരി കൂൾ, ടേക്ക് ഇറ്റ് ഈസി കൈൻഡ് ഓഫ് ഫിലിമാണ്. ഫീൽ ഗുഡ് ഫിലിമാണ്. ഒരുപാട് ചിരിക്കാൻ, അതായത് ഇതിൻ്റെ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. പക്ഷെ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ നല്ല എമോഷൻസ് ഉണ്ട്, നല്ലൊരു കഥ, ഒരു ലൈൻ പോകുന്നുണ്ട്, സ്റ്റോറി ലൈൻ. അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഡാൻസും ഉണ്ട്. സോ ഓണത്തിന് വേണ്ട, ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ സിനിമയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉമർ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാർ അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരം ഒരു വലിയ സ്കെയിലിൽ എത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല. ഇത് സത്യമാണ്. ഞാൻ ഇങ്ങനെ വരുന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻ. സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് ഇതിൻ്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. ആൻഡ് താങ്ക് യു ഉമർ. ഈ വേദിയിലാണെങ്കിലും ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതൊരു വൺ മാൻ ഷോ കളിയൊന്നുമല്ല. ഇതിൽ ഒരുപാട് നടന്മാരുകളുണ്ട്. ആൻഡ് എല്ലാവരും ഇതിൽ ഹീറോ തന്നെയാണ്. എല്ലാവരും ബാഡ് ബോയ്സ് ആണ്. ഇതിൽ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഗ്രേഷ്യയിലുണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ. ആൻഡ് എനിക്ക് ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇവരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. താങ്ക് യു ബിബിൻ, താങ്ക് യു പോൾ, താങ്ക് യു ടിനി, താങ്ക് യു ബാല, താങ്ക് യു സെന്തിൽ, താങ്ക് യു ഷീലു.
താങ്ക് യു ഫോർ താങ്ക്സ് പറയാറായിട്ടില്ല, ഇനി 15 ദിവസം ഉണ്ട് പ്രൊമോഷൻ. ആണോ? സോ അതൊക്കെ തന്നെയാണ്. ആൻഡ് യാ, ഇനി ഡയറക്ടറും സാറിന്റെ ഞാൻ ഈ കഥ പറഞ്ഞ് അപ്പൊ സാർ ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് സാറ് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് പറ്റും, കാരണം എനിക്ക് ആ ഒരു വിഷയം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്തത് കോമഡി അല്ലെങ്കിൽ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഒരു പടം 2 പടം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തരും, ഇയാൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ധാരണ ഇൻജെക്ട് ചെയ്ത് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ സാറ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാറിന് തന്നെ അപ്പൊ ഇത് ശരിക്കും പർപ്പസ്ഫുള്ളി ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് ഇന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് കൂടി വരും ഇതുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ശ്രമമാണ്, എന്നെ സ്റ്റാമ്പ് ചെയ്തെന്ന് പൊളിച്ച് മാറ്റാനുള്ള എന്റെ ഒരു ശ്രമമാണ് ഈ സിനിമ. അതിന് എന്റെ കൂടെ നിന്ന് റഹ്മാൻ സാർ, പ്രൊഡ്യൂസർ അബ്രഹാം സാർ, ഷീലു, എല്ലാവരും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എന്താ പറയാ അത്രയും ഇതിലാ പറയണത്. പിന്നെ എങ്ങനെ വന്നാലും ബോറടിക്കില്ല, പക്ക ഒരു എന്റർടൈനർ ആയിട്ടാണ് ഞങ്ങള് ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹ്യൂമറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പക്ക ഒരു ഓളം തമിഴ് തെലുങ്ക് പടങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഓണത്തിന് ഒരു അത്തപ്പൂക്കളം പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിലും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം. നമസ്കാരം. വളരെ സന്തോഷം വെച്ചാണെങ്കിൽ എൻ്റെ ഈ സിനിമയിൽ എൻ്റെ പേര് ടീം എന്ന് തന്നെയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് സിനിമയിലൊന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും പരാതി. ഞാൻ 18 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ്. 100ഓളം സിനിമയിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഗുണ്ടകളായിട്ട് അഭിനയിച്ചപ്പോഴും ഗുണ്ടയായിരുന്നു. പിന്നീട് അതിന് മാറ്റം ഉണ്ടായത് വിജയ് സാറിന്റെ തെരി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ച ശേഷമാണ്. പിന്നീട് ആ ചാൻസ് ചോദിച്ചില്ല. ചാൻസ് ചോദിക്കാതെ എനിക്ക് സിനിമയിൽ അവസരമൊന്നും ഇല്ലാന്ന്. അങ്ങനെയാണ് മുരളി സാർ എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. ഈ സിനിമയിൽ ഞാൻ ഗുണ്ടയല്ല, അത് ആദ്യം തന്നെ പറഞ്ഞോളാം. സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ എന്നെ കോമഡി ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ചെറിയ കോമഡി സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതില് ഇത്തിരി മാസ ഡയലോഗ് തന്നിട്ടുണ്ട്. ഒരു കൊച്ചിക്കാരനായിട്ട് അസലൊരു പച്ച ഒരു കൊച്ചിക്കാരനായിട്ട് അഭിനയിച്ചേക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എനിക്ക് പറഞ്ഞോളാം. എത്രയൊക്കെ സീൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എത്രയൊക്കെ സീൻ കട്ടായി പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പ്രൊമോഷൻ പറയണ്ടേ? അപ്പൊ ബാഡ് ബോയ്സ് എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ വേഷമാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും ബാഡ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്ക് സന്തോഷം. അപ്പോ ഈ സിനിമ എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. എല്ലാവരും കാണുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി തുടങ്ങി സിനിമയിൽ ഞാനും ഉണ്ടാവും. ഇനി ഇറങ്ങുന്ന സിനിമകളിലേക്ക് ഇനി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പക്ക യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ ഒരു ഫാമിലിയും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ മുൻ സിനിമകൾ കണ്ടിട്ട് ഇപ്പൊ കുറെ കമന്റ്സ് വരാറുണ്ട്, ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ, അതേ യൂത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അങ്ങനെ ഡബിൾ മീനിങ് കോമഡി ഉണ്ടാവോ? ഇതിൽ അങ്ങനെ യാതൊരുവിധ ഡബിൾ മീനിങ് കോമഡിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇത് ഫാമിലി യൂത്തിനും എല്ലാവർക്കും തിയേറ്ററിൽ ഒരേപോലെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ കണ്ട് എന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ കൂടിയിട്ടാണ് ഞാൻ ക്യൂബിൽ നിന്ന് വന്നത്. അപ്പൊ നാളെ തിയേറ്ററിൽ നിന്നും ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. അല്ല, ഞാൻ ആക്ച്വലി റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് പോവാൻ കാരണം, ഞാൻ എന്റെ ചെറുപ്പത്തിൽ ആഘോഷിച്ചു നടന്ന ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് സിനിമകളും റഹ്മാൻ സാറിന്റെ. അപ്പോ ഈ റഹ്മാൻ സാറിനെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ വിഷ്വൽ ആലോചിച്ചപ്പോ തന്നെ എനിക്കറിയാവുന്ന ഇത് കളറാവും എന്നുള്ളത്. അതായിരുന്നു എന്റെ കോൺഫിഡൻസും. അതുകൊണ്ട് തന്നെയാണ് റഹ്മാൻ സാറിലേക്ക് പോയത്. ഉണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് ടോട്ടലി ഒരു ചാലഞ്ചിങ് ആണ്. ആസ് എൻ ആക്ടർ നമ്മൾ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എളുപ്പം പണിയല്ല. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ആ സ്ട്രെയിൻ തോന്നൂലായിരിക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സ്ട്രെയിൻ തന്നെയാണ്. കാരണം ഇതുവരെ നമ്മളൊരു പാറ്റേൺ ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതും ഓവർ ആവാൻ പാടില്ല. നമ്മളിതൊരു ഹ്യൂമർ ചെയ്യുമ്പോൾ ഹ്യൂമർ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം.
കാരണം അത് ഞാൻ ചെയ്യുമ്പോഴേ ഞാൻ അറിയുന്നത്. കാരണം ഹ്യൂമന് ഒരുപാട് ടൈമിങ്ങും നമ്മളതിൻ്റെ സ്പോണ്ടാനിറ്റി ഇതൊക്കെ വേണം. ഇനി ടോമൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. എൻ്റെ ഇതല്ല, എൻ്റെ റൂട്ടല്ല. അല്ല, അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഞാൻ ഫേഷ്യൽ മാത്രമല്ല, ബോഡിയുടെ ബോഡി ലാംഗ്വേജ് വരെ, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ വാക്കിംഗ് ഒക്കെ ഉള്ളിൽ ഞാൻ മാറ്റിയെടുക്കേണ്ടി വന്നു. കാരണം ഇതുവരെ നമ്മൾ മസിൽ പിടിച്ചിട്ടൊക്കെയുള്ള ഒരു അഭിനയമായിരുന്നു. അപ്പം കുറച്ച് അഴിഞ്ഞാടിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക, കുറച്ച് ടൈം എടുത്തു എനിക്ക് ചെയ്യാൻ. പക്ഷെ ഓഫ്കോഴ്സ് ഇതേപോലെ പോലെ ഒരു ഡയറക്ടർ ഉണ്ടാവുമ്പോൾ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് സെറ്റിൽ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം, സ്പേസ് കൊടുത്തു. എന്ത് സജഷനും പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട, പുള്ളി അത് ഭയങ്കര രസിച്ചിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടതിൽ തന്നെ ആദ്യം ഓക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് മാറ്റി പഴയതുപോലെയൊക്കെ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ സജഷനൊക്കെ നോക്കി അവിടെ ഒരു കുഴിയുണ്ട്. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര്, അത് ബിബിന്റെയും പിഷാരടിയാണ് ഏറ്റവും അധികം ആ കുഴിയില് ഏറ്റവും അധികം ഉണ്ടാവും. അവിടെ എളുപ്പമുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ ഒന്ന് ഉപയോഗിക്കാതിരിക്കാം. ഇത്രയും കാലം ഈ ഹെയർ സ്റ്റൈല് ഇപ്പൊ എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലിലേ ഉള്ളൂ. പക്ഷെ ഈ പടത്തിൽ പൂജ നടന്നുണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ വന്നു. അപ്പൊ കാരവനിൽ ചേട്ടൻ ഇറങ്ങി വരുമായിരുന്നു. ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഷർട്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എവിടെയോ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് എനിക്ക് മാത്രമല്ല, ഇതൊക്കെ കൈയടിക്കാം. സംടൈംസ് ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തിൽ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു മാജിക് സംഭവിക്കും സ്ക്രീനിൽ. അന്ന് എനിക്ക് പടം പൂജയിലത് തോന്നിയത്. മമ്മൂട്ടി സാർ മാറി இருக்காருப்பா. இப்போ ட்ரெய்லர் காணும்போது அந்த ஒரு ஸ்க்ரீனில் அந்த ஆக்ஷன் சீக்வன்ஸ் பாட்டில் எடுத்து അടിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരല്ലേ ഇക്ക റഹ്മാൻ കാണുമ്പോൾ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, ഏതോ റെസിംബ്ലൻസ് ഉണ്ടല്ലോ. அந்த ஹேர் ஸ்டைல் മാറ്റിയതാണോ ഇല്ല ബോഡി ലാംഗ്വേജ് ആണോ എന്താണല്ലേ, വേറെ എന്തെങ്കിലും മമ്മൂക്ക ചെയ്ത ഒരു കഥാപാത്രമാണോ, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അങ്ങ് ഒരു മാജിക് ഫോളോ ആവുന്നുണ്ട്. അത് പടത്തിൽ വർക്കൗട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ അതൊന്നും ഞാൻ കണ്ടില്ല. മമ്മൂക്കയുടെ ഫോട്ടോസോ ഇല്ല വേറെ ആരും അഭിനയിക്കുന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഈവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല. കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും, അവരെ പോലെ നടക്കാൻ തുടങ്ങും. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷെ ഈ പടത്തിന് ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ആൻഡപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ആൻഡപ്പന്റെ ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി, മൈ ഗ്രാൻഡ് സൺ, അവൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനൊരു ബാബർ സലൂൺ കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല. അപ്പൊ ബാബർ ഒരുപാട് കഷ്ടപ്പെട്ടു അവന് മുടി മുറിക്കാൻ. അപ്പൊ ശരിയായില്ല, അവിടെ ഇവിടെയൊക്കെ ബിറ്റായിട്ട് വന്നു. പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിന് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ അതേ ബാബർ കൊണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി ശകലം വെയിറ്റൊക്കെ കൊടുത്ത് ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട്. കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാദാ ഫീൽ കൊടുക്കണം, എന്നാൽ ഇവനൊരു ദാദയല്ല. അതെ, എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 4-ാം ദിവസം ഞാനും ടിനി ടോം ഇരിക്കും. ഇവൻ ടിനി ടോം എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും സെറ്റിൽ എന്തൊന്നും പറയുന്നത് കേട്ടില്ല. ഞാൻ 2 പേരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു കറുത്ത ജുബയും കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ടെർബോ ലുക്ക്, മറ്റേ ടെർബോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു, ആ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പലരും കമന്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇച്ചക്കയുടെ ഫോട്ടോ കാണുന്നത്. അതാണ് അതിന്റെ സത്യം. അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ കോപ്പി അടിച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആ സ്റ്റൈൽ ചെയ്യില്ലായിരുന്നു, ഞാൻ മാറ്റി പിടിച്ചായിരുന്നു വേറെ എന്തെങ്കിലും. അതോടൊപ്പം തന്നെ അതിനൊരു തുടക്കം കുറിക്കലാണ് ഇത്. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് മലയാള സിനിമയില് ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള പല ആക്ടേഴ്സും അവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മമ്മൂക്ക അടക്കമുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ മലയാള സിനിമ മാറി എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകർ അതിനോടൊപ്പം ഞാൻ ശരിക്കും പറയണെങ്കിൽ 41 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഞാൻ ആർക്കും കോമ്പറ്റീഷനായിട്ട് പോകുന്നില്ല.
ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം, നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം, ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനമോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയി ഇവിടുന്ന്, അതൊന്നുമില്ല. ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പല വേറെ ഇതൊക്കെ ചെയ്തതിന് അത് നിങ്ങൾക്ക് മീഡിയക്കും അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല, ആവുമില്ല. ഞാൻ കോമ്പറ്റീഷനും ഇല്ല. ഞാൻ എന്റെ പണി, എന്റെ സിനിമ അങ്ങനെ ചെയ്തു പോകും. നല്ല സിനിമകൾ ചെയ്യാം എന്ന് മാത്രമാണ് എന്റെ ആവശ്യം. പക്ഷെ മലയാളികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. കാര്യം റീസെന്റ് ബ്ലാക്ക് പോലും അത് ഭയങ്കര കൾട്ടായിട്ട് കാണുന്ന പല ക്യാരക്ടേഴ്സും ഇത് സംഭവിച്ചിട്ടുള്ള ഒരു നിങ്ങൾ പറയുന്നത് ഗ്യാപ്പാണ്, മലയാള സിനിമയിൽ വരുന്ന ഗ്യാപ്പിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഒരു വർഷത്തിൽ അങ്ങനെ കുറച്ച് ബിസിയാണ്. ഇടയ്ക്ക് ഞാൻ വന്നൊരു മലയാള സിനിമ ചെയ്യും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പം ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ഒരു പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അല്ല, അത് മാറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ സംബന്ധിച്ചിട്ട് എല്ലാ തരം സിനിമകളും ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോ ഇതിലും വലിയ വലിയ സ്കെയിലുള്ള സിനിമകൾ ചെയ്യണം. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. ഇല്ല, എന്റെ ആദ്യ ചിത്രം ഇറങ്ങിയ ഹാപ്പി വെഡിങ്, അതിന്റെ കൂടെ ഇറങ്ങിയ പടങ്ങള് കമ്മട്ടിപ്പാടം, ആടുപുലിയാട്ടം, യോദ്ധാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ കൂടെ ആദ്യ സിനിമ ഇറക്കിയ വ്യക്തിയാണ് അന്നും. എന്നിട്ട് ഇതിന്റെ ഒക്കെ ഇടയിൽ ഹാപ്പി വെഡിങ് ഹിറ്റായിട്ട് 100 ദിവസം കയറി. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിന് നല്ല രീതിയിൽ ഞങ്ങള് പബ്ലിസിറ്റിയും പരിപാടിയൊക്കെ കൊടുക്കണം എന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒന്ന് അടിപൊളിയാക്കിയാൽ മതി. മലയാള പ്രേക്ഷകർ ഇങ്ങനെ നെട്ടു ആ സന്ദർഭത്തിലാണ് അത്തരത്തിലൊരു എന്ത് പരാമർശം? ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ആക്ച്വലി അല്ല, ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി, അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത്. അപ്പൊ ഇവര് 3 ആള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞാൽ സന്തോഷം. മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയായിരുന്നെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞോളൂ. പിന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം. ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു 3 പേര് ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തികൾ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ, ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ഇന്ന് ആസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ല, കമന്റ്സിലെ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ പറയാം അത് മാർക്കറ്റിംഗ് ആന്ന് പറയും. അതാണ് ആളുകള്. നാളെ അവന്റെ പടം റിലീസാണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡാന്ന് പറയുന്നത്. അതാണ് ജനം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവര് ഇപ്പൊ ടോവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവര് 3 ആൾ എന്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കണ്ടേ? അല്ല, ഞാനോ തന്നെ പറഞ്ഞ ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കരമാണ്. ഇവര് 3 പേര് കൂടിയിട്ട് ആ വീഡിയോ ചെയ്യുമ്പോ ഓക്കെ ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത്, അതോ എങ്ങനെയാണ്? അല്ല, അവരാ വീഡിയോ അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ.
അപ്പൊ നമ്മളും അതേപോലെ അവര് പബ്ലിക് ആയിട്ടാണ് ആ സാധനം പറഞ്ഞത്, അപ്പൊ ഞാൻ പബ്ലിക് ആയിട്ട് പബ്ലിക്. ഡൊമൈനിൽ വന്നതിന് ശേഷമാണല്ലോ ഇത് പ്രതികരണം വരുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം, നമ്മൾ കൂടുതൽ പവർഫുൾ ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അതന്നെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ തന്നെയല്ല, റഹ്മാൻ സാറിൽ ഈ ഇൻഡസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്തെ യൂത്തനായിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ? ഇപ്പൊ മമ്മൂക്കാടെയും ലാലേന്റെയും ഒരു പടമാണ് ഇറങ്ങണേന്ന് വിചാരിക്കും, ഇവരിത് ചെയ്യോ? ഇപ്പൊ ബസൂക്കയും ബറോസും ഉണ്ട് ഓണത്തിന്, അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടിയിട്ട് വിഷയമില്ലേ? എന്താരൊന്നും ഇണ്ടാത്ത ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തോ ആയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് വേറെ ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന, ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത് ചിലപ്പോ എന്റെ തെറ്റാവാം, എന്റെ സ്വാർത്ഥതയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവാം സ്വാർത്ഥമായ താല്പര്യം, അങ്ങനെ കരുതിക്കോ. ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ. ഇപ്പൊ ഡാൻസ് ആണ്, ആക്ഷൻ ആണ്, എന്താണെങ്കിലും നമ്മൾ ബിബിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അവൻ നോ എന്ന് പറയില്ല, അവൻ എങ്ങനെയെങ്കിലും അത് ചെയ്യും. അതാണ് ബിബിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതും ഇപ്പൊ ഇടയ്ക്ക് കുറെ നൈറ്റൊക്കെ പോയി വർക്ക് അവേഴ്സ് ഒക്കെ കൂടി ബിബിന്റെ കാലിന് നീര് വന്നവരെ അവൻ എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം പോയി ഒഴിഞ്ഞ്, അത്രയും ബിബിൻ ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തില്. ഡാൻസ് ആയാലും പാട്ടായാലും ഇടി ആയാലും എല്ലാത്തിലും കൂടെ ഒന്നിനൊരു വിഷമം പറഞ്ഞിട്ടില്ല. എല്ലാതും യെസ് ആണ് ബിബിൻ. ഈ സിനിമയിലെ ഇത് നോർമലി നമുക്ക് രണ്ട് രീതിയിൽ ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ തമാശ ഉണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ട്, നമ്മൾ ചില തമാശകൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കുകയും ചെയ്യും ഇല്ലേ? അങ്ങനെ ചിരിച്ച ഒരു സ്ക്രിപ്റ്റാണ് ബാഡ് ബോയ്സിന്റെ. അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തതും. എന്താണ് ഇത്രയും തമാശ പടത്തിലില്ല കേട്ടോ, ഇപ്പൊ കണ്ടത്രയും. അപ്പോ അതുകൊണ്ട് തന്നെയാണ് പടം കമ്മിറ്റ് ചെയ്തതും. പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്, നല്ല പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളെ നല്ല രീതിയിൽ ഇത് എന്റർടൈൻ ചെയ്യിക്കും, അതിൽ ഒരു സംശയമില്ല. ടിനിച്ചേട്ടനായിരുന്നു ഒരു തിരക്കില്ലാത്ത. ഞങ്ങളുടെ ലൊക്കേഷനിൽ എന്നുള്ള ആളായിരുന്നു ടിനിച്ചേട്ടൻ. നമ്മുടെ കൂടെ വേറൊരു സംഭവം പറഞ്ഞതാണ്. അതായത് ഞാൻ ഈ ടിനിച്ചേട്ടനും പിന്നെ പിഷാരടിയും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മമ്മൂക്ക് എന്തിനാ അവരെ കൊണ്ടുനടക്കണത്. അതായത് ടൈം പോണത് അറിയില്ല. ഇവർ രണ്ടുപേരും ലൊക്കേഷനിലുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ധ്യാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് ധ്യാനം. ഇതില് ഓരോ സീനിൽ വരുന്നവർക്കും ഇമ്പാക്ട് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതെ, അത് ഞാൻ ഭയങ്കര രക്ഷിത് ഷെട്ടി ഫാനാണ്. അപ്പൊ ആ ഒരു റെഫറൻസ് വെച്ചിട്ട് ചെയ്തത്. അല്ല, അത് ഇവിടുത്തെ താൻ അന്വേഷിച്ചാൽ മതി. ഇവിടെ പോലീസുകാർക്ക് താടി വെക്കാം, കേട്ടോ. അതൊക്കെ പണ്ടായിരുന്നു, താടി ഇല്ലാത്ത പോലീസ് ഷേവ് ചെയ്യണം അങ്ങനെയൊക്കെ. അത് നമ്മള് നോർമൽ രീതികൾ പൊളിച്ചടക്കാന്നുള്ളതല്ല. അല്ലാതെ ഈ വേറെ ഉണ്ട്, ബ്ലേഡ് അലർജിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നവർക്കും താടി വെക്കാം. ബ്ലേഡ് അലർജി. അപ്പൊ ധ്യാന്റെ ക്യാരക്ടറിൽ ബ്ലേഡ് അലർജി ഉള്ള ഒരാളാണ്, ഷേവ് ചെയ്യാൻ പറ്റൂല. അല്ലല്ല, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഞാൻ ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഈ ക്യാരക്ടർ പോയിട്ട് പറഞ്ഞപ്പോ ധ്യാൻ ഫസ്റ്റ് പറഞ്ഞു അയ്യോ താടി. ഞാൻ താടി വേണം, അത് അടിപൊളിയാണ്. കാരണം ഇതിൽ എനിക്ക് രക്ഷിത് ഷെട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രക്ഷിത് ഷെട്ടിയുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ, അവരൊക്കെ താടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു അലർജീസ് അങ്ങനെ സ്കിൻ ഡിസീസ് അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താടി വെക്കാം, ഒരു പ്രശ്നമല്ല. വിളിച്ചപ്പോ അന്നാ ഒരു പടമുണ്ട് ഹീറോയിട്ടാണ്, ഞാൻ അതിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതെ, അപ്പൊ ഒരു ദിവസം വിളിക്കുക, മുമ്പേ ദിവസം 4 പടത്തിന്റെ പൂജ വന്നേക്കുന്നുണ്ട്. ഈ കഥയെ പറഞ്ഞിട്ടില്ല, ഡേറ്റും ചോദിച്ചില്ല, പൂജയ്ക്ക് വിളിച്ച്. അപ്പൊ ഞാൻ പൂജയ്ക്ക് പോയപ്പോ അറിയാണ്ട് ഞാൻ കോട്ടിട്ടിട്ട് പോയി. അത് ഭയങ്കര ന്യൂസായി. അന്ന് എനിക്കറിയില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് തണുപ്പായിരുന്നു. അപ്പൊ കോട്ടിട്ട് അവിടെ ചെന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു. എല്ലാവരും എന്നെ കണ്ട് ചിരിച്ചോണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഡയറക്ടർ ഒമർ മാത്രം വേറെ വിഷയമല്ല. ഇതാണ് കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് പൂജയ്ക്ക് പുള്ളി കോട്ട് സൂട്ട് കെട്ടി എനിക്ക് കോട്ട ഊറണം. അപ്പൊ ഞാൻ ഊറാൻ എടുത്തൊക്കെ ഒമരെ നോക്കുമ്പോ
ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്നതായിട്ട് ഒരു കഥാപാത്രത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ എന്താ പറയുക, ഒരു ഫ്രീഡം കൊടുത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. നന്നായി വന്നിട്ടുണ്ട്. അങ്ങനത്തെ കഥകൾ വരുമല്ലോ. ഇതിലോ പുതിയ കഥകളുണ്ടോ? ഇല്ലില്ല. അത് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത പടത്തില് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കഥകൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് പുതിയ കഥകളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബെൽറ്റ് ആയിരിക്കും. അബാം ബെൽറ്റ് ആയിരിക്കും. ആ ഒരു ഡയലോഗ് കാരണം പുള്ളി അതിന് മുമ്പുള്ള ടിനി ടോം ഫ്യൂ മൊമെന്റ്സ് ലേറ്ററിന് അതിന് ശേഷമുള്ള ടിനി ടോമിന്റെ ലൈഫ് എടുത്തിട്ടുണ്ട്. പുള്ളി പുതിയ വീട് വെച്ച് വേറെ സ്റ്റേറ്റിലെ ചിന്ന വീടൊക്കെ വെച്ചിരിക്കുന്നു. അതൊക്കെ ഒരു കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. മസ്താങ് കാർ മേടിച്ച് കുറേ ഇമ്പ്രൂവ്മെന്റ് ആയി. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി പുതിയ തോക്ക് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്ത പടമാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്ക് എല്ലാ തരം പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കുക എന്നുള്ള എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റഹ്മാൻ സാറ്, ബാബു അന്നിച്ചേട്ടൻ, പിന്നെ ശങ്കർ സാറ് എല്ലാവരും ഉണ്ട്. അപ്പൊ പഴയ ആ ഒരു എന്താ പറയാ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു വിന്റേജ് കോമ്പോനെ തിരിച്ച് ഇത് റീഫ്രഷ് ചെയ്തിട്ട് പുതിയൊരു മാക്സ് പ്രോ ആക്കിയിട്ട് കാണിച്ചതില് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം. എങ്ങനെയാണ് ഇവരെ കൺവിൻസ് ചെയ്യുന്നത്? അല്ല, സാറിന് ഞങ്ങൾ വന്ന് പറഞ്ഞ്, അപ്പൊ ഷീലുവിന് ഫസ്റ്റ് കഥ ഇഷ്ടമായി, സാറിന് കഥ ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഇവരും അബ്രാം സാറും ഉണ്ടായിരുന്നു. ഇത്ര ആർട്ടിസ്റ്റുകളെ കിട്ടാൻ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ പടത്തില് ഈ പടത്തില് വന്ന ആർട്ടിസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ട അഭിനയിച്ചിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. വേറൊരു കാര്യം പറയാം, ബാലചേട്ടൻ പൈസ പോലും മേടിച്ചിട്ടില്ല. ബാലചേട്ടൻ ഫ്രീ ആയിട്ട് വന്നിട്ടാണ് എനിക്ക് അഭിനയിച്ചു തന്നത്. ഇല്ല, പ്രൊഡ്യൂസർ റെഡി, അവർ തരാനിരുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ അവിടെ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞ് നല്ല ഓർമ്മയിലുണ്ട് എനിക്ക് അഭിനയിച്ചത്. ഇത്രയും വർഷം കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, പ്രൊഡ്യൂസർക്ക് റെഡിയായിരുന്നു എനിക്ക് ശമ്പളം കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ഒരു നല്ല പടം, കമേഴ്ഷ്യൽ പടം, എനിക്ക് ശമ്പളം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പടം ഹിറ്റാവുമ്പോൾ ഡെഫിനറ്റ്ലി ഹിറ്റാവും. ചാരിറ്റി പ്ലാൻ പാവപ്പെട്ടവർക്ക് നല്ലത് മാത്രം ചെയ്യാം, പടം വിജയിക്കും ഞാൻ പറഞ്ഞു. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു വാവ് അടിച്ചിട്ടുണ്ട്. കാരണം സാറിന്റെ ഒരു ഓറിയൻ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. അതായത് സാർ എന്തുകൊണ്ട് ഇത്ര നാള് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല? അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ഇതിങ്ങനെ ഹിറ്റായി കഴിഞ്ഞാല് ഇതിന്റെ ഗുണം മറ്റുള്ള ഡയറക്ടേഴ്സിനും എല്ലാവർക്കും കൂടി. ഒന്നാമതേ ഇവിടെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സാറിനെ പോലെ ഒരാള് വീണ്ടും വന്ന് ഇതേപോലെ മാസീവ് ഇമ്പാക്ട് ഉള്ള മാസ് കോമഡി എല്ലാം കളർന്നിട്ടുള്ള ഒരു ഫിലിമുകൾ ചെയ്യുക, അതൊക്കെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനിയും ഒരുപാട് താരങ്ങൾ വരട്ടെ. ഞങ്ങൾക്ക് സംവിധായകർക്കൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് സിനിമ ചെയ്യാൻ പറ്റുന്ന അത്രയധികം താരങ്ങൾ ഉണ്ടാവട്ടെ. ക്യാരക്ടേഴ്സിനും ഇപ്പോ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടർ ആണെങ്കിൽ കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസും കൃത്യമായ സ്പേസും കൊടുക്കാൻ ഭയങ്കര ശ്രദ്ധിച്ചു തന്നെയാണ്, അത് എഴുത്തിലെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും പിന്നീട് കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ വന്നുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ ഒരു 75 ആർട്ടിസ്റ്റുകളുള്ള ഒരു കാസ്റ്റിങ്ങിലോട്ട് പോയത്. പിന്നെ പറയാനുള്ളത്, നാളെ പടം റിലീസാണ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ പടം എല്ലാവരും ഹിറ്റാക്കി തരണം. റഹ്മാൻ സാറ് കൈ കിടക്കുന്ന വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പടം എല്ലാവരും ഹിറ്റാക്കി ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തരണം. താങ്ക് യു സാർ, താങ്ക് യു. ബാലയുടെ വാച്ച് നോക്കടാ, ഇതാണ് ഗിഫ്റ്റ്. റഹ്മാൻ സാർ വാച്ച് ഇട്ടിട്ടില്ല. പിന്നെ പുള്ളി പണ്ട് ചെയ്ത് വെച്ച മറ്റേ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ റഹ്മാൻ സാറ് ഇതില് വന്നിട്ടുള്ള, അതായത് പണ്ട് റഹ്മാൻ സാറ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പൊ ഇത് എല്ലാത്തിനും കൂടിയിട്ട് ഒരു കൊളാഷാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് മൂവിയാണ്, അടിപൊളിയായിരുന്നു. ഞാൻ റഹ്മാൻ സാറിനെ കണ്ടത് ആദ്യം 2015 മഴവിൽ മനോരമ ഡിഫോ ഡാൻസിലാണ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നാണ് സാറിന് അവിടെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് 2024 ഈ വർഷത്തിൽ സാറിന്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന സത്യം പറഞ്ഞ ബ്ലെസ് മൂമെന്റ് ആണ്.
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മാൻ സർ ഓഫ് കോഴ്സ് റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടപ്പോ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. റഹ്മാൻ സാറിനെ മാത്രമല്ല ഷെയ്ൻ മാമിനെയും ആൻസൺ ചേട്ടനെയും എല്ലാരെയും കണ്ടു, ബിബിൻ ചേട്ടനെയും സെന്തിൽ ചേട്ടനെ അല്ല പറയുവാ എല്ലാരെയും തേട്ടിക്കിട്ടും ചേട്ടനെ എല്ലാരെയും ബാലസാറിനെ എല്ലാരെയും കണ്ടപ്പോ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയാലും. പിന്നെ റഹ്മാൻ സാറ് ഡാൻസ് കളിക്കുന്നേ കണ്ടപ്പോ ഓ അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അത് ഞാനല്ല ഡയറക്ടർ സാറാണ്. അത് ഞാൻ പബ്ലിക്കലി കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് അപ്രൂവ്ഡ് അല്ലേ? ഉമ്മ വെക്കാം അല്ലേ? അല്ലേ? എല്ലാ ഐറ്റംസ് ഇത് മമ്മൂക്ക ഞാൻ തിരക്കാണെന്ന് അറിയുന്നതാണെന്നാണ് ഇഷ്ടം ഇന്ന സിനിമയിൽ. കാരണം അവിടെ തന്നെ നിൽക്കാനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഫോട്ടോസ് ഞാൻ ബഹുമാനിക്കാൻ കൂടി ഇരിക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യാൻ അപ്പൊ തന്നെ തമ്പ് വരാറുണ്ട്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളെപ്പോഴും ഞാനിങ്ങനെ കൂടെ ഉണ്ട് കൂടെ നിങ്ങളെ അറിയിച്ചിട്ട് കാര്യമില്ല. ഞാൻ പക്ഷെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഏതൊരു സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് നേടാറുണ്ട്. ഇപ്പൊ നാളെ സിനിമ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ബ്ലെസ്സിങ് നേടും അദ്ദേഹത്തിന്റെ. എന്റെ ഒരു ബിഗ് ബ്രദർ തന്നെയാണ്. എനിക്കൊരു സ്മോൾ ബ്രദർ ഉണ്ട് ഇനി റഹ്മാൻ സാറിന്റെ. അപ്പോ ഇത് തന്നെയാണ്. അപ്പൊ ഈ 75ഓളം ആർട്ടിസ്റ്റുകൾ എങ്ങനെ ഇതിൽ കോർഡിനേറ്റ് ചെയ്യുന്നുള്ളത് അതൊരു കൺട്രോളറിന്റെ കഴിവ് തന്നെയാണ്. ഇക്ബാൽ പനായിക്കുളോ ആണെങ്കിലും ഞാൻ പറയുന്നത് ഇക്ബാൽ പനായിക്കുളോ ആണെങ്കിൽ പക്ഷെ യഥാർത്ഥത്തില് ദൈവം തന്നെയായിരുന്നു കൺട്രോളർ. കാരണം നമുക്ക് ഒരുപാട് നമുക്ക് പറ്റാത്ത കാലാവസ്ഥകള്, മഴ, ചൂട് എല്ലാം ഉണ്ടായിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് സിനിമ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് തന്നെയാണ്. നാളെ അത് തിയേറ്ററിൽ ഹിറ്റ് ആവുമ്പോഴും ആ ബ്ലെസ്സിങ് ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയം. വിഷ്ണു മാത്രല്ല അതില് ഫിറോസ് ഉണ്ട്, ഡേഞ്ചർ ഫിറോസ്. അപ്പൊ വിഷ്ണുവിനെ ഞാൻ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസിൽ ചെന്ന് ആ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി വഴി തന്നെ വിഷ്ണുവിനോട് ചോദിച്ചു ആരാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ചോദിച്ചു അവൻ എന്റെ അടുത്ത് അല്ലേ, ആരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് നിന്നെ അടുത്ത പടത്തിൽ ഞാൻ അഭിനയിപ്പിക്കൂടാന്ന്. അതുകൊണ്ടാണ് വിഷ്ണുവിനെ വിളിപ്പിച്ചത്. ഇപ്പൊ അവന് മനസ്സിലായി ഞാൻ ആരാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരു പടം റിലീസായി കഴിഞ്ഞാൽ ആ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ ഈ റിവ്യൂവേഴ്സ് ഒക്കെ വന്ന് റിവ്യൂ ഒക്കെ പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ അല്ല, സസ്പെൻസിലല്ല, ആൾറെഡി വന്നിട്ടുണ്ട് ന്യൂസിലത്. ഈ പടത്തിന് മുമ്പ് തന്നെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കാണേണ്ടി വരും.